നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യണം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് സിസ്റ്റത്തിലെ 10 പ്രമാണങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലിവിങ് ദ ഗോൾ. ഈ ജീവിതത്തിൽ നമ്മൾ ആ ലക്ഷ്യത്തിൽ കണക്റ്റഡായി ജീവിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ യോഗയുക്തനായി ജീവിക്കുക എന്ന് പറയുന്നു. യോഗസ്ഥഃ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോഃ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ആ ഒറിജിനലായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിൽ നിലനിന്നുകൊണ്ട് കർമ്മം ചെയ്യൂ. അതാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് ലിവിങ് ദ ഗോൾ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ പെർഫെക്റ്റ് ആവും. യോഗ കർമ്മസു കൗശലം എന്ന് ഇതിന് പുറകെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ, യോഗസ്ഥനായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ ആയിരിക്കും ലോകവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ കാലിൽ എന്തെങ്കിലും മുറിവ് വന്നാൽ ഞാൻ ചികിത്സിക്കണമെങ്കിൽ എനിക്ക് പൈസ തരണം എന്ന് പറയുമോ? പുറം ചൊറിയുമ്പോൾ കൈ അറിയാതെ പുറത്തു പോയി ചൊറിയുന്നു, പൈസ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫലം ചോദിക്കുന്നില്ല, കണ്ണ് കാണുന്നില്ല, എനിക്കതിന് തക്കതായ പ്രതിഫലം കിട്ടിയില്ല, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല എന്ന് പറയുമോ? കാരണം ഇത് എൻ്റെ ശരീരമാണ്. അതുപോലെ തന്നെ ഈ ലോകം യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ്, എൻ്റെ ബോഡി തന്നെയാണ്. ദർ ഇസ് നോ അതർനെസ്, ദർ ആർ നോ അതേഴ്സ് എന്നാണ് രമണ മഹർഷി പറഞ്ഞത്. അപ്പോൾ ഇവിടെ സാഹോദര്യഭാവം നമ്മൾ അറിഞ്ഞുകൊണ്ട് പെരുമാറുന്നതാണ്.
സഹോദരരാണെന്ന് അറിഞ്ഞുകൊണ്ട് പെരുമാറുക എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. സഹോദര്യം കൊണ്ടുവരണമെന്നല്ല, നമ്മളാണ്. അപ്പം അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. സാഹോദര്യം ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിനുശേഷമാണ് ശരിക്കും ഡിഫറൻസിയേഷൻ ഇല്ല എന്ന് മനസ്സിലാവുന്നത്. ഫാദർ ആൻഡ് ദ സൺ ആർ വൺ എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു, ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ബോഡിയോട് പെരുമാറുന്നത്, നമ്മൾ നമ്മളോട് തന്നെ പെരുമാറുന്നത്, അതുപോലെ തന്നെ നമ്മൾ എല്ലാവരോടും പെരുമാറണം. അപ്പം അതിൽ നമ്മൾ മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു. അടുത്ത പ്രധാനപ്പെട്ട ഘടകം പരസ്പര വിശ്വാസമാണ്, മ്യൂച്വൽ ട്രസ്റ്റ്. എങ്ങനെയാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്? ട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ അവിശ്വാസം എന്ന് പറയുന്നത്. അവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം സംശയമാണ്. സംശയാത്മാ വിനശ്യതി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. സംശയമുള്ളവർ നശിക്കുന്നത്. എന്തുകൊണ്ടാണ് സംശയം ഉണ്ടാകുന്നത്? സംശയം ഉണ്ടാകുന്നത് എപ്പോഴും നമ്മൾ പാസ്റ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ്. മുമ്പത്തെ അനുഭവങ്ങൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യാണ്. ഇത് നല്ലതാണോ, എനിക്ക് നല്ലതാണോ, എനിക്ക് ചീത്തയാണോ? അപ്പോൾ അതിൻ്റെ ബേസ് തന്നെ ഈഗോ ആണ്. അടിസ്ഥാനമാണ് സംശയത്തിൻ്റെ ബേസിസ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഓൾറെഡി ഉള്ള അറിവിൽ നമ്മളതിന് ഇൻ്റലിജൻസ് വന്നു, സബ് കോൺഷ്യസ് ഇൻ്റലിജൻസ്, പവർ ഓഫ് സബ് കോൺഷ്യസ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. നമ്മൾ സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ അറിഞ്ഞിട്ടുള്ള അറിവുകളാണ്. ഇതുവരെ പ്രപഞ്ചം ഉദ്ഭവിച്ച തൊട്ടിട്ട് ഇതുവരെ ഉള്ളതിനെ സബ് കോൺഷ്യസ് എന്ന് പറയും. ഇനി അറിയാനുള്ളതിനെ സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് പറയും. സൂപ്പർ കോൺഷ്യസ്നസ് എന്ന അറിവ് നമ്മളിലേക്ക് ഒഴുകി വരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ തരത്തിലുള്ള കണ്ടുപിടുത്തവും സൂപ്പർ കോൺഷ്യസ് എന്നാണ് വന്നത്. ന്യൂട്ടൺ ആയാലും ആർക്കിമിഡിസ് ആയാലും ഐൻസ്റ്റീൻ ആയാലും ആരായാലും ഋഷിമാരായാലും അതാത് കാലത്തേക്ക് അറിയേണ്ട കാര്യങ്ങൾ റിവീൽ ചെയ്യപ്പെടുന്നു. ചക്രത്തിൻ്റെ ഇൻവെൻഷൻ തൊട്ട് തുടങ്ങാം, തീയിൻ്റെ കണ്ടുപിടുത്തം തൊട്ട് തുടങ്ങാം. ഇതൊക്കെ കണ്ടുപിടുത്തങ്ങളാണ്. ദർ ആർ നോ ഇൻവെൻഷൻസ്, ദർ ആർ നോ ഡിസ്കവറീസ്. അൺകവർ ചെയ്യണം. അതാണ് സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അറിവ് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് കണക്ട് ചെയ്യേണ്ടത് സൂപ്പർ കോൺഷ്യസ്നസ്സിലേക്കാണ്. സബ് കോൺഷ്യസിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ അറിവുകൾ അത് ഈഗോ ആണ് നിലനിർത്തുന്നത്. 95% സബ് കോൺഷ്യസ് പറയും. നമ്മുടെ അഹംബോധം അതിനെ നിലനിർത്തുന്നു. ഇതില്ലെങ്കിൽ ഞാനില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം അത് നമ്മൾ യഥാർത്ഥത്തിലുള്ള നോളജാക്കി മാറ്റണം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പരസ്പര വിശ്വാസം. വിനോബ ഭാവെ പറയാറുണ്ട്, വിശ്വസിക്കുക, കംപ്ലീറ്റായിട്ട് വിശ്വസിക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു. നമ്മൾ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളെയും നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും, വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ശരിക്കും ഈശ്വരനെയാണ് വിശ്വസിക്കുന്നത്. ഇതൊരു അത്ഭുതമായിട്ട് തോന്നാം. നമുക്ക് വരുന്ന എല്ലാ അനുഭവങ്ങളും നല്ലത് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കാണ്ടിരിക്കുക? ഒരാൾ എന്നെ വിഷമിപ്പിക്കുകയാണെന്ന് തയക്ക് തോന്നുന്നുണ്ട്, എനിക്ക് പ്രശ്നമില്ല. കാരണം എനിക്ക് നല്ലത് തന്നെയാണ്. എൻ്റെ നേരെ എറിയുന്ന കല്ലുകളൊക്കെ എനിക്ക് പൂച്ചെണ്ടുകളാണ്. അപ്പോൾ വിശ്വസിക്കണം. ഈ ലോകത്തിലുള്ളതിനെ എല്ലാത്തിനെയും വിശ്വസിക്കുക ഫസ്റ്റ് സ്റ്റെപ്പാണ്. സംശയത്തിൻ്റെ ആ കണിക പോലും ഇല്ലാണ്ടാവാനാണ് നമ്മൾ വിശ്വാസം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗോസിപ്പുകളെ വിശ്വസിക്കരുതെന്നാണ്. നമുക്കെന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, ഉള്ളിലേക്ക് കണക്ട് ചെയ്യുക. അല്ലാതെ ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന ഇൻഫോർമേഷനെ പൂർണ്ണമായിട്ടും നമ്മൾ റിലൈ ചെയ്യരുത്. നമ്മൾ ആന്തരികമായി കണക്ട് ചെയ്യുക. ഈ തരത്തിലുള്ള ഇൻഫോർമേഷൻ എന്നെ ഉയർത്തുകയാണ്, എൻ്റെ മനസ്സിൽ ശാന്തി തരികയാണോ, എനിക്ക് സ്നേഹത്തിലേക്ക് ഉയരാൻ പറ്റുന്നുണ്ടോ, ഞാൻ സ്ട്രോങ് ആവുന്നുണ്ടോ അതോ വീക്ക് ആവുന്നുണ്ടോ? അങ്ങനെ അല്ലാത്ത ഇൻഫോർമേഷൻ തീർച്ചയായിട്ടും എന്നെ ഉയർത്തുന്നില്ല, നല്ലതല്ല. അതാണ് സംശയങ്ങൾ എടുത്ത് കളഞ്ഞത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെയാണ് വിശ്വസിക്കുക. പ്രധാനപ്പെട്ട പല കഥകളും അങ്ങനെ ഉണ്ടായിട്ട് രാമായണത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ തരത്തിലുള്ള ഗോസിപ്പാണ്. മന്ധര കൈകേയിയുടെ ചെവിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ തലേ ദിവസം വരെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഭഗവാൻ ശ്രീരാമൻ കൈകേയിക്ക് ഒരു ഡേഞ്ചറായിട്ട് മാറുകയാണ്. ഭഗവാനെ പുറത്തേക്കാക്കുക, ഭരതനെ രാജാവാക്കുക. എത്ര പെട്ടെന്നാണ് ഗോസിപ്പിൽ വിശ്വസിച്ച്. അപ്പോൾ അതിൻ്റെ സീഡ് എവിടെയുള്ളത്? ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പല
പ്രധാനപ്പെട്ട കഥകളും ഇങ്ങനെയാണ് ഉണ്ടായത്. കളിയാട്ടം എന്നൊരു സിനിമയുണ്ട്, സുരേഷ് ഗോപിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. എങ്ങനെയാണ് ഭാര്യയെക്കുറിച്ചിട്ട് വേറെ ആൾ പറയുന്നത് വിശ്വസിച്ചിട്ട് സുരേഷ് ഗോപി ആ വൈഫിനെ തന്നെ ഇല്ലാണ്ടാക്കുക. ഈ തരത്തിലുള്ള സംശയങ്ങൾ നമ്മൾ വീണു പോകുന്നതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ ആരുമെങ്കിലും നമ്മളോട് വന്നിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ദയവായിട്ട് ഈ തരത്തിലുള്ള കാര്യം എന്നോട് പറയണ്ട. എനിക്കറിയേണ്ടത് എൻ്റെ ഉള്ളിൽ നിന്നും എനിക്ക് മനസ്സിലാവും. അതിനെനിക്ക് വേറൊരു ഗോസിപ്പ് ആവശ്യമില്ല. വിശ്വാസം തകർക്കുന്ന കാര്യങ്ങൾ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹോദരരാണെന്നുള്ള ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസത്തിനെ തകർക്കുന്ന ഏതൊരു തരത്തിലുള്ള ഡിസ്കഷനായാലും ടോക്കായാലും നമ്മൾ അവഗണിക്കണം. അത് കേൾക്കരുത്. ഉള്ളിലേക്ക് തിരിയൂ, ധ്യാനിക്കൂ, ശുദ്ധീകരണം നടത്തും, എന്നിട്ട് ഒന്നുകൂടി നോക്കും. അപ്പോൾ മനസ്സിലാവും അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം വളരെ ക്ലിയർ തന്നെയാണ്. വിശ്വാസം നമ്മൾ പുനഃസ്ഥാപിക്കണം. പ്രപഞ്ചത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ തന്നെയാണ് വിശ്വസിക്കുന്നത്, മാസ്റ്റർ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ തരത്തിലുള്ള വിശ്വാസം. ട്രസ്റ്റ് എന്നാണ് നമ്മൾ ഫെയ്ത്തിലേക്ക് കിടക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തു ബിലീഫ്, ട്രസ്റ്റ്, ഫെയ്ത്ത്. ആ ട്രസ്റ്റ് എന്നുള്ള യാത്ര ഫെയ്ത്തിലേക്ക് പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രസ്റ്റ് എന്നുള്ള തലത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും നിലനിൽക്കണം. അപ്പോൾ അവിടെയാണ് സഹജമാർഗ സാധന നമ്മളെ സഹായിക്കുന്നത്. എല്ലാ ദിവസവും നടത്തുന്ന ശുദ്ധീകരണവും പ്രാർത്ഥന, ധ്യാനവും എല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഈ തരത്തിലുള്ള അവിശ്വാസം ജനിപ്പിക്കുന്ന പ്രജുഡിസസിനെ, മുൻവിധികളെ ഇല്ലായ്മ ചെയ്യുന്നു, അത് പ്യൂരിഫൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് റെസിസ്റ്റ് നോട്ട് ഈവിൾ എന്ന് പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഈ തരത്തിലുള്ള ചിന്തകൾ വരുന്നുണ്ട്, അതിനെ നമ്മൾ തടുക്കാൻ ശ്രമിക്കും. റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ തടുക്കുക, നമ്മളതിന് ശക്തി കൊടുക്കണം. ചിന്തകളെ അവഗണിക്കുക എന്ന് സഹജമാർഗത്തിൽ പറയുന്നു. ചിന്തകളെ അവഗണിക്കാതെ അതിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിന് ശക്തി വരുന്നു, അത് നമ്മൾക്ക് പ്രശ്നമായി മാറും. അതുകൊണ്ടാണ് റെസിസ്റ്റ് നോട്ട് ഈവിൾ എന്ന് പറഞ്ഞത്. ഇടത്തേക്ക് കവിളിൽ അടിച്ചാൽ വലത്തേക്ക് കവിൾ കാണിച്ചു കൊടുക്കാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്, അല്ലാതെ വീക്കായിട്ടല്ല. കാരണം ഈ കവിളിൽ അടിച്ചിട്ടുള്ള അടി അതെനിക്ക് വേദന ജനിപ്പിച്ചത് എൻ്റെ പ്രശ്നം കൊണ്ടാണ്. നമ്മുടെ കുട്ടിയാണ് അടിക്കണമെന്ന് വെച്ചാൽ അവിടെ വേദന ഉണ്ടാവും, നമുക്കത് തലോടലായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ തരത്തിലുള്ള ഒരു ശുദ്ധീകരണം സംഭവിക്കണം. ലോകത്തിന് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തുടങ്ങേണ്ടത് ട്രസ്റ്റിലൂടെയാണ്. ട്രസ്റ്റിലൂടെ നമ്മൾ സാഹോദര്യ ഭാവത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ ലോകത്തിലിപ്പോൾ വേണ്ടതും ഈ പരസ്പര വിശ്വാസമാണ്. അതിന് നമ്മൾ ലിസൺ ചെയ്യണം, കേൾക്കാൻ നമ്മൾ സന്നദ്ധത കാണിക്കണം. ഉടനെ തന്നെ തീരുമാനങ്ങൾ എടുക്കരുത്. ഒരു കുട്ടി ക്ലാസ്സിൽ പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ടീച്ചർ ഉടനെ തന്നെ ശിക്ഷിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് അവൻ പഠിക്കാതിരിക്കുന്നത്? ചിലപ്പോൾ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവില്ല. ഇതൊക്കെ കാരണം പഠിക്കാത്തത്. നമ്മൾ അനുകമ്പയോടെ ശ്രദ്ധിക്കുമ്പോൾ, അവൻ്റെ നന്മയ്ക്കാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി പഠിക്കാൻ തുടങ്ങും. നമ്മൾ വിശ്വസിക്കേണ്ടത് അവരുടെ ഉള്ളിലുള്ള ഇന്നർ പൊട്ടൻഷ്യലാണ്. എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ആ ഡിവിനിറ്റീനെ, ആ മാസ്റ്ററെ നമ്മൾ വിശ്വസിക്കണം. അത് തീർച്ചയായിട്ടും പ്രകടമാകും എന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇതിനാണ് ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇതേക്കുറിച്ചെല്ലാം നമുക്ക് ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം. അടുത്ത സെഷനിൽ വീണ്ടും നമുക്ക് ഇതേ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. നന്ദി, നമസ്കാരം.